ഹലോ മീഗോസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഹാൻഡ് ടൂളിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. DIY മെക്കാനിക്കൽ വർക്ക്സിനും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര കോമ്പാക്റ്റ്, പവർഫുൾ ആൻഡ് വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു ഹാൻഡ് ടൂളാണിത്. നിങ്ങൾ ആൾറെഡി തംബ്നെയിൽ ഈ ഒരു ടൂൾ കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ റാച്ചറ്റ് റഞ്ച് ഫ്രം ബോഷ്. സോ ലെറ്റ്സ് നോ മോർ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. ബോഷ് റാച്ചറ്റ് റഞ്ച്. ബോഷിനെ കുറിച്ച് അധികം ആർക്കും പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ടൂൾ മേക്കിങ്ങിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ് ബോഷ്. സോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബോഷിൻ്റെ ക്വാർട്ടർ-ഇഞ്ച് ഡ്രൈവ് വരുന്ന ഒരു റാച്ചറ്റ് റഞ്ചാണ്. ഇത് നിങ്ങൾക്ക് റഞ്ച് മാത്രമായിട്ടും ഇതിൻ്റെ എക്സ്റ്റൻഷൻസും സോക്കറ്റ്സൊക്കെ വരുന്ന രീതിയിലുള്ള സെറ്റായിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ റഞ്ച് മാത്രം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പേപ്പർ കാർഡിൽ ക്വിക്ക് ടൈ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്വിക്ക് ടാഗ് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പേപ്പർ കാർഡിൽ നിന്ന് ഈ ഒരു റഞ്ച് പുറത്തേക്ക് എടുക്കാം. നമ്മൾ ഈ ഒരു റഞ്ച് യൂസ് ചെയ്യാത്ത സമയത്ത് റാച്ചറ്റ് ഡ്രൈവിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ കവറും വരുന്നുണ്ട്. ഇത് ഇത്ര കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ. ഈ ഒരു കവറിൽ പ്രോപ്പറായിട്ടുള്ള ലോക്കിംഗ് ഗ്രൂസ് വരുന്നതുകൊണ്ടും ഇതിനോട് അത്ര യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത് റിമൂവ് ചെയ്യുന്നത്. ക്വിക്ക് റിലീസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഷിൻ്റെ ക്വാർട്ടർ-ഇഞ്ച് റാച്ചറ്റ് റഞ്ച് വരുന്നത്. ഇതിൻ്റെ ഈ ഡ്രൈവ് ക്യാപ്പും അടിപൊളിയാട്ടോ. അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. പിന്നെ അതുപോലെ ഇതിൽ കുറച്ച് പാറ്റേൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഓവറാൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൂളിൻ്റെ മെജോറിറ്റി മെറ്റൽ ഭാഗം വരുന്നത് ഒരു സിൽവർ ഫിനിഷിലാണ്. ഈ ഒരു ടൂള് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത് അലോയ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഹാൻഡിൽ ഗ്രിപ്പ് ഒഴികെ ബാക്കി എല്ലാ പാർട്ടും അലോയ് സ്റ്റീലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റസ്റ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ടൂളിൽ വരില്ല. ഇനി ഇതിൻ്റെ ഹെഡ് റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ റെഡ് ഫിനിഷിൽ ഇതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, അതുപോലെ തന്നെ ഇൻബെറ്റീനായിട്ടും പൊസിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്വിക്ക് റിലീസ് സ്വിച്ചും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ആ ഒരു റെഡ് ഫിനിഷിൽ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി മറു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ-ഇഞ്ചിൻ്റെ ഒരു റാച്ചറ്റ് ഡ്രൈവും അതുപോലെ തന്നെ ആ ഒരു ക്വിക്ക് റിലീസ് സിസ്റ്റത്തിൻ്റെ സെറ്റപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഏരിയാസ് എല്ലാം തന്നെ ഒരു പൗഡർ കോട്ടഡ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എർഗണോമിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ് ഗ്രിപ്പ് ഹാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അതിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് റീജിയൻ കുറച്ചും കൂടെ ഒരു റബ്ബറി ഫീൽ തരുന്ന മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു റീജിയൻ എല്ലാം തന്നെ അവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബോഷിൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫേം ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു ഹാൻഡിലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 72 ടീത്തോട് കൂടിയിട്ടുള്ള 5 ഡിഗ്രി വർക്കിംഗ് ആംഗിൾ കിട്ടുന്ന ഒരു റാച്ചറ്റ് ഡ്രൈവ് സിസ്റ്റമാണ് ഈ ഒരു റഞ്ചിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു 93 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരെ ഔട്ട്പുട്ട് കിട്ടാവുന്ന രീതിയിലാണ് അവർ ഈ ഒരു സെറ്റപ്പ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ ISO സ്റ്റാൻഡേർഡ്സിനെക്കാട്ടിലും ഒരുപാട് മുകളിലാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും 146 ഗ്രാം ആണ്. പക്ഷേ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ആ ഒരു 146 ഗ്രാം നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് 150 × 24 × 28 mm ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റാച്ചറ്റിംഗ് മൂവ്മെൻറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു നോബ് അപ്പർ ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്താൽ നമുക്ക് ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ഈ ഒരു റാച്ചറ്റ് മൂവ്മെൻറ്റ് കിട്ടും. ഇനി സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്കും റാച്ചറ്റ് മൂവ്മെൻറ്റ് ഇല്ലാതെ ഈ ഒരു ഡ്രൈവ് 2 ഡയറക്ഷനിലേക്കും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇനി ഇത് താഴേക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഈ ഒരു റാച്ചറ്റ് മൂവ്മെൻറ്റ് കിട്ടും. നമ്മളിത് വളരെ സ്ലോലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ആ ഒരു ക്ലിക്ക് സൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സംഭവം എത്രത്തോളം ക്വാളിറ്റിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മുടെ സോക്കറ്റ്സിൻ്റെ ലോക്കിംഗ് മെക്കാനിസം അതുപോലെ തന്നെ ക്വിക്ക് റിലീസ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു കേർവ്ഡ് നെക്ക് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഹെഡ് റീജിയൻ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയ കേർവ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ടൂൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ കുറച്ച് ടൈറ്റ് സ്പേസിലൊക്കെ ഈസി ആയിട്ട് റീച്ച് ചെയ്യാനൊക്കെ പറ്റും.
മാത്രമല്ല ഈ ഒരു കേവ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ബോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുമ്പം ആ ഒരു ഡൗൺ ഫോഴ്സ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബോൾട്ടിന് സ്ലിപ്പായി പോകാതെ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ടൈറ്റ് ബോൾട്ടുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു സ്മാൾ ടു മീഡിയം സൈസ്ഡ് ടാസ്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൂളാണ്. നമ്മൾ ഹെവി ടാസ്കുകൾക്കൊക്കെ ഇതിൻ്റെ 1/2 ഇഞ്ച് റഞ്ച് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു റാച്ചറ്റ് റഞ്ച് മാത്രം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ള സോക്കറ്റ്സും മറ്റ് അറ്റാച്ച്മെൻറ്റ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ ഈ ഒരു ടൂൾ മാത്രമായിട്ട് വാങ്ങിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെറ്റ് വരുന്നുണ്ട്, അത് വാങ്ങേണ്ടി വരും. എൻ്റെ കയ്യിൽ ഞാൻ ആൾറെഡി പണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു 1/2 ഇഞ്ച് ഡ്രൈവ് വരുന്ന ഒരു റാച്ചറ്റ് റഞ്ച് സെറ്റ് ഉണ്ട്. അപ്പോൾ അതിലെ സോക്കറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിലും യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള അറ്റാച്ച്മെൻറ്റ്സും കാര്യമൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സാധനം വാങ്ങാൻ കാരണം എൻ്റെ കയ്യിൽ ആൾറെഡി ഉള്ള ഈ ഒരു ബോക്സിലെ റാച്ചറ്റ് റഞ്ച് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതൊരു ലോക്കലി ബിൽഡ് ചെയ്ത സാധനമാണ്. ജസ്റ്റ് ഒരു സ്പ്രിങ് ടൈപ്പ് ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് ഡിസസംബിളൊക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ എഫിഷ്യൻറ്റും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റാച്ചറ്റ് റഞ്ച് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിലെ സോക്കറ്റ്സ് ഒന്നും അത്ര അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഉള്ള സോക്കറ്റ്സ് അല്ല. നമുക്ക് നോർമലി ചെറിയ ചെറിയ ടാസ്കിനൊക്കെ ഉപയോഗിക്കാം, അത്രേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സോക്കറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റഞ്ച് മാത്രമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സോക്കറ്റ്സ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സോക്കറ്റ്സ് ആണ്. പക്ഷേ ഇതിൽ പ്രോപ്പറായിട്ടുള്ള ലോക്കിംഗ് മെക്കാനിസം ഒന്നും വരുന്നില്ല. ആ ഒരു ലോക്കിംഗ് ബോളിന് കറക്റ്റ് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂവ്സ് ഒന്നും ഈ ഒരു സോക്കറ്റിൽ വന്നിട്ടില്ല. നിങ്ങൾ ബോഷിൻ്റെ തന്നെ ഫുൾ സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന സോക്കറ്റ്സിന് പ്രോപ്പറായിട്ടുള്ള ലോക്കിംഗ് ഗ്രൂവ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഇതിലും ആ ഒരു ലോക്കിംഗ് വർക്ക് ആവുന്നുണ്ട്. ക്വിക്ക് റിലീസ് സിസ്റ്റമൊക്കെ ഈ ഒരു സോക്കറ്റിലും വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ടൂള് നിങ്ങൾ എടുക്കുമ്പം കുറച്ച് നല്ല പ്രോപ്പറായിട്ടുള്ള ബോഷോ അല്ലെങ്കിൽ സ്റ്റാൻലീഡോ ഒക്കെ ടൂൾസ് എടുക്കാൻ ശ്രമിക്കുക. ലോക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജ് ആവും, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതാ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ടൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കാർഡിലും കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ബോഷ് ഡിസൈൻഡ് ഇൻ ജർമ്മനി, 1/4 ഇഞ്ച് ഡ്രൈവ്, അതുപോലെ 72 ടീത്ത് വരുന്ന ഫൈൻ റാച്ചറ്റ്, ഗ്രേറ്റർ ദാൻ 50% ഓവർ സ്റ്റാൻഡേർഡ് ടോർക്ക്, 10 ഇയേഴ്സിൻ്റെ ഗ്യാരണ്ടി. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ISO സ്റ്റാൻഡേർഡ് 3315, 5 ഡിഗ്രി വർക്കിംഗ് ആംഗിൾ, ഇൻറ്റ്യൂറ്റീവ് ലെഫ്റ്റ് റൈറ്റ് ലോക്ക് ബട്ടണ്, അതുകൂടാതെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് ടാഗ് നോക്കുകയാണെങ്കിൽ ഇതിന് 599 ആണ് ഇതിൻ്റെ MRP വരുന്നത്. ഏകദേശം 450 to 500 റേഞ്ചിൽ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.